ഈശ്വര, എന്താണ് ഈ കാണുന്നത്? ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ്. എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് നമ്മളുടെ വീഡിയോയിൽ ഇങ്ങനെ പറയാം. വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഇന്നത് ഇടാനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, വളരെ ഫേമസ് ആയിട്ടുള്ള 4 സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. അപ്പൊ അത് രാവിലെ വളരെ നേരത്തെ ഒരു 4:30 ആവുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത് കേട്ടോ. കാരണം അവസാനം വരെ വളരെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അത് മിസ്സാക്കരുത് ലാസ്റ്റ് വരെ. നമ്മൾ ആദ്യം ഇവിടെ എത്തിയിട്ടുള്ളത് എവിടെയാണെന്നറിയോ? കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം അല്ലേ. അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇതാ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രമാണ്. അപ്പൊ നമ്മൾ ഉള്ളിലൊന്നും ഒരുപാടൊന്നും കാണിക്കാനൊന്നും പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയണമല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലം, അതിന്റെ ഉള്ളിലാണ് ദേവീക്ഷേത്രം. അപ്പൊ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഞാൻ മുന്നേ വന്നിട്ടില്ല. അപ്പൊ എന്തായാലും നിറയെ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പെട്ടെന്ന് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പുറത്തുനിന്നുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാം. ഈ ഒരു ഭാഗം കണ്ടോ? ഭഗവതിയുടെ മുഖം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മാലകൾ തൂക്കിയിട്ടാണ്. എനിക്കത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിട്ടോ. അതാണ് അത് ഇങ്ങനെ സൂം ചെയ്ത് എടുത്തത്. അപ്പൊ എന്തായാലും കുറെ നല്ല പോലെ തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ. അപ്പൊ ഈ ഒരു അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. പിന്നെ അങ്ങനെ കുറെ വേറെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ അമ്പലത്തിന്റെ ഉള്ളിൽ തൊഴാൻ വേണ്ടിയിട്ട് ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു മഴയൊക്കെ ചാറലുണ്ടായിട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ചു അയ്യോ കുടുങ്ങോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങൊന്നും ഉണ്ടായില്ല, പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമ്മൾ സുഖമായിട്ട് കയറിയിട്ട് തൊഴുതു. അങ്ങനെ എന്തായാലും അവിടുന്ന് തൊഴുത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കണം. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മൾ ട്രിപ്പിന് കൊണ്ടുവന്നവരെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇഡ്ഡലിയും സാമ്പാറൊക്കെ നമ്മൾ അവിടെ അമ്പലത്തിന്റെ പുറത്ത് തന്നെ ആൽത്തറയിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അതെന്തായാലും എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കൈയെല്ലാം നമുക്കങ്ങനെ അവിടെ ഒരു പ്രത്യേകിച്ച് സ്ഥലത്ത് അങ്ങനെ ഇരുന്നിട്ട് കഴിക്കില്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് വേറൊരു പ്രശസ്തമായിട്ടുള്ള സ്ഥലത്തേക്കാണ്. 2 ബസ് നിറയെ ആൾക്കാരുമായിട്ടാണ് ഈ ഒരു ട്രിപ്പ് പോകുന്നത് കേട്ടോ. ഞാൻ മുന്നേ ഒക്കെ ഇങ്ങനെ പോയിട്ടുള്ള സമയത്ത് പറഞ്ഞിട്ടുണ്ട്, കുരുക്ഷേത്ര ടൂർസ്ന്ന്. അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് കേരളത്തിലെ സർപ്പ ആരാധനയ്ക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. പാമ്പുമേക്കാട്ട്. അതൊരു മനയാണ് കേട്ടോ. ആദ്യകാലത്ത് മേക്കാട്ടുമന എന്നറിയപ്പെട്ടിരുന്ന ഈ ഒരു ഇല്ലത്ത് സർപ്പാരാധന തുടങ്ങിയതിനു ശേഷമാണ് അത്രേ പാമ്പുമേക്കാട് എന്ന പേര് വന്നത്. ഈ ഒരു വലിയ കവാടത്തിലൂടെയാണ് നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾക്ക് അവിടെ മുഴുവൻ അങ്ങനെ ഒരു സർപ്പങ്ങളുടെ സാന്നിധ്യം അനുഭവപ്പെടും. കാരണം വേറൊന്നുമല്ല, അവിടെയുള്ള വലിയ വലിയ മരങ്ങളും അതിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന വള്ളികളും അതുപോലെ തന്നെ ഉള്ള ചുമരുകളിലുള്ള പാമ്പുകളുടെയൊക്കെ ചിത്രങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുള്ള രൂപങ്ങളും എല്ലാം സർപ്പങ്ങളാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് അത്രേട്ടോ ഈ കാണുന്ന മനയ്ക്ക്. അവിടെ എങ്ങനെയാണ് സർപ്പാരാധന തുടങ്ങിയെന്നൊക്കെ ഉള്ള ഒരുപാട് രസകരമായ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പലയിടത്തും പല സ്ഥലങ്ങളിലായിട്ട് വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. നമ്മൾ ചെന്ന സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് അവിടുന്ന് പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ മെയിൻ പ്രസാദമായിട്ട് എല്ലാ ഭക്തർക്കും കൊടുക്കുന്നത് അവിടുത്തെ ശ്രീകോവിൽ സ്ഥാപിച്ചിട്ടുള്ള കെടാവിളക്കിലത്തെ എണ്ണയാണ്. ആ എണ്ണയാണ് നമ്മൾക്ക് കയ്യിൽ തരിക. അപ്പൊ ആ എണ്ണ നമ്മൾ എങ്ങനെ അത് സേവിക്കണം എന്നതിനൊക്കെ ഒരു പ്രധാന രീതിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും നമ്മൾ ആദ്യമായിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. അപ്പൊ തൃശ്ശൂർ ജില്ലയിലാണ് പാമ്പുമേക്കാട്ടുമന സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഒരു പ്രത്യേകതരം ഒരു അനുഭവം തന്നെയായിരുന്നു അത്. ഇനി നമ്മൾ പോകുന്നത് ഈ യാത്രയിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ തിരുവൈരാണിക്കുളം. തിരുവൈരാണിക്കുളത്തിന് ഒരു പ്രത്യേക കാര്യമുണ്ട്. ഇപ്പൊ നട തുറപ്പ് മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കുന്ന വഴിയാണ് ഇത് കേട്ടോ. 2 സൈഡിലും നമ്മൾക്ക് കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും സാധനങ്ങളാണ് അവിടെ നിറയെ ആ 2 സൈഡിലും ഉള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നടതുറപ്പ് മഹോത്സവമാണ്. ഈ നടതുറപ്പ് മഹോത്സവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ വെറും 12 ദിവസം മാത്രമാണ് ആ ഒരു നട തുറക്കുന്നത്. അത് തന്നെയാണ്. അപ്പൊ അത് വളരെ വളരെ കേമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും വെറും 12 ദിവസം മാത്രം തുറക്കുന്നത്? അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കഥ ഒന്ന് പറയാട്ടോ. എല്ലാം നമ്മൾ ഐതിഹ്യങ്ങൾ കേട്ടും കണ്ടും ഒക്കെയാണല്ലോ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. സ്വയംഭൂ ആയിട്ടുള്ള ശിവഭഗവാനും പാർവതി ദേവിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഇവിടെ 365 ദിവസം ശിവഭഗവാന്റെ നട തുറക്കുമെങ്കിലും പാർവതി ദേവിയെ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ വർഷത്തില് വെറും 12 ദിവസമാണ് ആ ഒരു നട തുറക്കുന്നത്.
കാഴ്ചകൾ കണ്ടു കണ്ടു പോകുന്നതിന്റെ ഒപ്പം ആ കഥ എന്താണെന്നും കൂടെ ഞാൻ പറയാട്ടോ. മുൻപൊക്കെ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും നട മുഴുവൻ ദിവസവും തുറന്നിരുന്നു അത്രേ. അന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ചാൽ ശിവഭഗവാന് വേണ്ടിയിട്ടുള്ള നിവേദ്യം തയ്യാറാക്കുന്നത് പാർവതി ദേവിയാണെന്നാണ് അന്നത്തെ വിശ്വസിച്ചിരുന്നത്. അതായത് അവിടെ ശാന്തിക്കാരൻ നമ്മൾക്ക് പൂജയൊക്കെ ചെയ്യുന്ന ആള് നിവേദ്യത്തിനുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് അവിടെ തിടപ്പള്ളിയിൽ വെച്ചിട്ട് വാതിലടച്ച് പോവുകത്ര ചെയ്യുക. എന്നിട്ട് പിന്നെ വന്നിട്ട് തിടപ്പള്ളി തുറന്നു നോക്കുന്ന സമയത്ത് നിവേദ്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. അത് പാർവതി ദേവിയാണ് തയ്യാറാക്കി വെക്കുന്നത് എന്നായിരുന്നു വിശ്വാസം. അങ്ങനെ ഒരു ദിവസം എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് എന്ന് അറിയാനുള്ള ആ ഒരു നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാരണവര് ഒരു ദിവസം അത് തിടപ്പള്ളിയിലത്തെ വാതിലിൽ കൂടെ നോക്കിയിത്രേ. എന്തായിരിക്കും ഉള്ളിൽ നടക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്, ആ ഒരു നിവേദ്യത്തിന്റെ രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് അത് തുറന്നു നോക്കുമ്പോൾ പാർവതി ദേവി ഇങ്ങനെ നിന്നിട്ട് നിവേദ്യം ഉണ്ടാക്കുന്നത് അത്ര കണ്ടത്. അപ്പോൾ അത് കണ്ട് തിരിഞ്ഞു നോക്കിയ പാർവതി ദേവിക്ക് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതല്ലേ. അപ്പൊ എന്തായാലും അത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. അപ്പോൾ അന്ന് പാർവതി ദേവി പറഞ്ഞു അത്രേ, ഇനി ഞാനിവിടെ നിൽക്കില്ല, ഇവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങിയപ്പം വേഗം ആ കാരണവർ പറഞ്ഞു അത്രേ, അയ്യോ പോവരുത് ദേവി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു. അപ്പോൾ പറഞ്ഞു അത്രേ, ശരി, ഞാൻ ഭഗവാന്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര, അറിയാലോ. അപ്പൊ ആ ഒരു ദിവസം തൊട്ട് 12 ദിവസം മാത്രം ഞാനിവിടെ നട തുറന്നിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുമെങ്കിലും പക്ഷെ നട തുറക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് അത് സമ്മതിച്ച് അങ്ങനെ ഉണ്ടായതാണ് ഈ ഒരു കഥ. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഈ ഒരു 12 ദിവസം പാർവതി ദേവിയുടെ ദർശനത്തിന് വേണ്ടിയിട്ട് വളരെ ദൂരെ നിന്നൊക്കെയുള്ള ഭക്തരാണ് അവിടെ എത്തിച്ചേർന്നത് കേട്ടോ. നമ്മൾ പോയ സമയം തന്നെ എത്ര ആൾക്കാരായിരുന്നു അറിയോ, എന്തൊരു തിരക്കായിരുന്നു അറിയോ. നമ്മൾ വിർച്വൽ ക്യൂല് അങ്ങനെ ബുക്ക് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ അത്ര തിരക്കുണ്ടാവില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ വെറും 12 ദിവസമല്ലേ ഉള്ളത്, അതും നമ്മൾ പോയതൊരു ഞായറാഴ്ചയാണ്. അപ്പൊ പിന്നെ തിരക്ക് എത്രത്തോളം ആവും എന്നുള്ളത് ഊഹിക്കാലോ. ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവം നടക്കുന്നത് ജനുവരി 12-ാം തീയതി രാത്രി മുതൽ ജനുവരി 23-ാം തീയതി രാത്രി വരെയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ദേവി ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലുടനീളം അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവുന്നൊക്കെയാണ് വിശ്വാസം. ഇന്നലെയാണ് നമ്മൾ ഇവിടെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ആവാലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് എത്രയും പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ശിവഭഗവാനും പാർവതി ദേവിയും ഒന്നിച്ചിട്ടുള്ള അമ്പലമായതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മംഗല്യഭാഗ്യം, ഇഷ്ടസന്താന ലബ്ധി, ദീർഘമാംഗല്യം ഇതൊക്കെ ഉണ്ടാവുന്നതാണ് ഭക്തരുടെ ഒരു വിശ്വാസം. എറണാകുളം ജില്ലയിലാണ് കേട്ടോ തിരുവൈരാണിക്കുളത്ത് ഈ ഒരു മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വിർച്വൽ ക്യൂ ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് ദർശനം നടത്താൻ സാധിക്കും. അവിടെ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. കഞ്ഞിയും അച്ചാറും പുഴുക്കും ഇതായിരുന്നു ഭക്ഷണം. അപ്പൊ നമ്മൾ കുറേ നേരം ക്യൂവിലൊക്കെ നിന്ന് പുറത്തേക്ക് വരുമ്പോഴല്ലേ നല്ല പോലെ വിശന്ന് കഞ്ഞി കുടിക്കുമ്പോൾ നല്ലൊരു സമാധാനമാണ്. അപ്പൊ എന്തായാലും തൊഴുത് നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ തിരുവൈരാണിക്കുളത്തെ നടതുറപ്പ് മഹോത്സവത്തിന് തൊഴാൻ പറ്റി, പാർവതി ദേവീനെയും ഭഗവാനെയും ഒക്കെ തൊഴാൻ പറ്റി. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അവിടുത്തെ ഈ ഒരു ഷോപ്പിംഗ് ഇത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം. അമ്പലത്തിലോട്ട് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറാനുള്ള ഒരു ധൃതിയിലാണ് പോകുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് അവിടുന്ന് കിട്ടും കേട്ടോ. പക്ഷെ നമ്മളും എന്താണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. കാരണം പല പല സ്ഥലങ്ങളിലും പോകണമല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ. പിന്നെ ഇത് എരന്തപ്പഴം എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നതും. ഞാൻ പോകുന്ന സമയത്ത് പാറുവിനെയും പ്രതുവിനെയും കൂടെ കൂട്ടണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അവരെനിക്ക് കൂടി ഇതൊക്കെ കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ലീവുള്ള ദിവസം തന്നെ പോയത്. പിന്നെ ഞങ്ങളെ ഷോപ്പിങ്ങിന്റെ ആ ഒരു ഭ്രാന്തിനെ പറ്റി പറയണ്ടല്ലോ. കിട്ടിയ സമയം കൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ കുറെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടേക്ക് വേണ്ടി മാത്രമാണ് പോയിട്ടുള്ളതെങ്കിൽ, അതായത് നമുക്ക് കുറെ സമയമൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സമയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഷോപ്പ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ. അതായത് നമ്മളിങ്ങനെ ഷോപ്പിലൊന്നും പോയാൽ കിട്ടാത്ത തരത്തിലുള്ള പല പല സാധനങ്ങളും നമുക്ക് അവിടെ കിട്ടും. എന്തായാലും തിരുവൈരാണിക്കുളത്ത് ഈ ഒരു നടതുറപ്പ് മഹോത്സവത്തിന് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ എന്തായാലും നമ്മളോട് കമന്റ് ചെയ്ത് പറയണേ. ഇനി നമ്മൾ പോയിട്ടുള്ള സ്ഥലത്തിനെ പറ്റി എങ്ങനെയാ ഞാൻ പറയേണ്ടതെന്ന് ആലോചിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറയുകയാണെന്ന് വെച്ചെങ്കിൽ കണ്ണ് മഞ്ഞളിച്ചു പോയി എന്ന് പറയില്ലേ, അതന്നെ. പക്ഷെ അപ്പുറത്ത് വെള്ളാണ്. അല്ല ലൈക്ക് ആ ഒരു സൈഡത്തെ ഫ്രെയിം എടുത്താൽ മതി. ഈശ്വര, എന്താണ് ഈ കാണുന്നത്? ചെരുപ്പ്
നമ്മൾ പണ്ട് കാലത്തെ കൊട്ടാരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലൊരു സ്ഥലം. ഇതാണ് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രം. ഇത് തൃശ്ശൂർ ജില്ലയിലാണ് ഉള്ളത് കേട്ടോ. ശിവപുത്രനായ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഞാൻ ഇതിന്റെ വീഡിയോസ്, ഈ അമ്പലത്തിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയാണ് ഈ അമ്പലത്തിനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇവിടെ വന്നിട്ടുള്ള ഫോട്ടോകളൊക്കെ നമുക്ക് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കാണാൻ ഒരു രക്ഷയില്ല. വളരെ 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 മനോഹരമായിട്ടുള്ളത് പറഞ്ഞാൽ നമ്മളുടെ കണ്ണുകളെ നമുക്കിങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. നമ്മൾ പോയിട്ടുള്ളത് രാത്രി സമയത്താണല്ലോ. എനിക്ക് തോന്നുന്നു ഈ ഒരു അമ്പലം കാണേണ്ടത് രാത്രി സമയത്ത് തന്നെയാണ് തോന്നുന്നു കേട്ടോ. കാരണം അവിടുത്തെ ആ ലൈറ്റുകളും ഒക്കെ കൂടെ വന്ന് ആ ഒരു അമ്പലത്തിന്റെ ഭംഗി മുഴുവനായിട്ട് നമുക്കിങ്ങനെ കാണുന്നത് ശരിക്കും രാത്രി സമയത്ത് ഈ ഒരു ലൈറ്റിൽ തന്നെയാണ്. പകൽ സമയത്ത് പോയാലാണ് ഇനി പകൽ സമയത്ത് എങ്ങനെയുണ്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. വളരെ 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 ഭംഗിയുള്ള ഒരു സ്ഥലം. അപ്പൊ ഞാൻ എന്തായാലും ഇത് നിങ്ങളൊന്നും കാണാത്തവരുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇങ്ങനെ കുറച്ചധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ക്യാമറയിൽ കൂടെ ഒന്നും അതിന്റെ ഒരു ഭംഗി, അതിന്റെ ഒരു പകുതി പോലും കിട്ടില്ല എന്നുള്ളതും ഞാൻ പറയാട്ടോ. കാരണം നേരിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു ഭംഗി തന്നെയാണ് ഭംഗി. നമുക്ക് ഇനിയും വേറെ സ്ഥലങ്ങളിൽ പോകാനുണ്ട് എന്നുള്ള കാരണം കൊണ്ട് തന്നെ, അതുപോലെ തന്നെ രാത്രി നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി അവിടെ എത്തുമ്പോഴേക്കും അവിടെ പിന്നെ അടയ്ക്കോ എന്നുള്ള പേടി കാരണം കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കിട്ടുന്ന പോലെയൊക്കെ തന്നെ വേഗം ഉള്ളിൽ കയറി എല്ലാം കണ്ട് പിന്നെ വേഗം പുറത്ത് ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ വേഗം എടുത്ത് നമ്മളിത് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇപ്പൊ നമ്മൾ കാണിച്ചിട്ടുള്ള ഓരോ അമ്പലത്തിലും പോയിട്ടുള്ളവരും അതുപോലെ തന്നെ അവിടുത്തെ ആചാരങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് അറിയുന്നവരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഓരോ കാര്യങ്ങളും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ അറിയുന്നത്. പലരും ഇങ്ങനെ യൂട്യൂബിലൂടെ വീഡിയോസ് കണ്ടിട്ട് തന്നെ ആയിരിക്കും പല അമ്പലങ്ങളെ പറ്റിയിട്ടും പല കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ അറിയുന്നത്. അപ്പൊ അതുപോലെ എന്തായാലും അങ്ങനത്തെ വിവരങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും പങ്കുവെക്കണം കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് അവിടെ തന്നെ പെരിങ്ങോട്ടുകര ശ്രീ വിഷ്ണുമായ ദേവസ്ഥാനം എന്ന് പറയുന്ന അമ്പലത്തിലേക്കാണ് കേട്ടോ. ഒരു റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്ക് 2 അമ്പലങ്ങൾ അവിടെ കാണാം. നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. വീണ്ടും കണ്ണു മഞ്ഞളിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം അത്ര ഭംഗിയുണ്ട് അതിന്റെ ഉള്ളിൽ പോയാലും നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോഴും അതെ വളരെ ഭംഗിയില്ല കേട്ടോ. നമുക്ക് ഒരുപാട് സമയം നിന്ന് കാണാനുള്ള കാര്യങ്ങൾ നമുക്ക് അതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഇപ്പം നിങ്ങളെന്നെ കാണിക്കാനാണെങ്കിലും അതെ ഒരുപാട് വീഡിയോസ് എടുക്കാനുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കണ്ട് ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും ഒരുപാട് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലാണ് ഇവിടെ നമുക്കിപ്പോൾ കയറാൻ പറ്റിയിട്ടുള്ളത്. മറ്റേ അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ പുറമേയുള്ള കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ 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 ഭംഗിയുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് അധികം വീഡിയോസ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. പക്ഷെ ഇത്രയൊക്കെ പറ്റിയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കാരണം കൊണ്ട്. ഇപ്പൊ ഈ ലാസ്റ്റ് കാണിച്ച 3 അമ്പലങ്ങളിലും വിഷ്ണുമായ സ്വാമി തന്നെയാണ് പ്രതിഷ്ഠ ഉള്ളത്. ഇപ്പൊ ഇത് 3 അമ്പലമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാനും വിചാരിച്ചിരുന്നത് ഇതെല്ലാം കൂടെ ഒരു അമ്പലമായിട്ടാണ് ഞാനും വിചാരിച്ചിരുന്നത്. കാരണം നമ്മൾ വീഡിയോസ് കണ്ടിട്ടല്ലേ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് 3 അമ്പലങ്ങളുള്ള കാര്യം അറിഞ്ഞത് കേട്ടോ. അപ്പതാ 3 അമ്പലത്തിലെയും കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ വേറൊരു അമ്പലത്തിൽ പോയി, പിന്നെ വേറൊരു അമ്പലത്തിൽ പോയി, ഇത് 3ാമത്തെ അമ്പലം. അങ്ങനെ 3 അമ്പലങ്ങളിലെയും കാഴ്ചകളാണ്. വളരെ 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 രസമുള്ള കാഴ്ചകൾ കണ്ടോ.
ഇതാണ് കേട്ടോ ഭാവനേട്ടൻ. ആളിനെ നമ്മളുടെ മുമ്പത്തെ ട്രാവൽ വീഡിയോസിലൊക്കെ മുമ്പേയും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആളാണ് നമ്മളുടെ നാട്ടിൽ നിന്ന് ഇതുപോലെ എല്ലാവർക്കും ഇങ്ങനെ പല സ്ഥലങ്ങൾക്ക് ട്രിപ്പ് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും തന്നെ രാത്രി ഒരുപാട് സമയമായി. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല രസമുള്ള ഒരു യാത്രയായിരുന്നു. ഇതുവരെയും കാണാത്ത ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ, നല്ല സ്ഥലങ്ങൾ, അമ്പലങ്ങളെല്ലാം തൊഴുത് നല്ല ഒരു സമാധാനമുള്ള നല്ല സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. എന്തായാലും തിരിച്ചു പോരുമ്പോൾ എല്ലാവരും ബസ്സിൽ നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പം എന്തായാലും ഈ ഒരു ദിവസത്തെ ഈ ഒരു യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും പറയുന്ന പോലെയൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നല്ല നല്ല കാര്യങ്ങളല്ലേ ഇത്, നമ്മൾ എല്ലാവരുമായിട്ടും ഒന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതല്ലേ. അങ്ങനെ ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.